നന്നായിട്ടുണ്ട്. ഐ മീൻ സീരിയസ്ലി എനിക്ക് നമ്മൾ ആദ്യം നോക്കുന്നത് സ്വയം ആണല്ലോ. ഞാൻ എങ്ങനെയുണ്ടെന്നാണല്ലോ നോക്കുന്നത്. മറ്റതൊക്കെ നമുക്കറിയാം. ഇപ്പം എൻ്റെ ഡയറക്ടറിൻ്റെ ഒരു ഡയറക്ടോറിയൽ സ്കില്ലിനെ കുറിച്ച് പറയേണ്ട കാര്യം ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കാലം പലരും സമീപിച്ചിട്ടുള്ള സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒടുവിൽ ഈ സിനിമയിൽ അഭിനയിച്ചു. എന്തുകൊണ്ടായിരുന്നു ചോദിച്ചാൽ അതിനൊരു മറുപടി ഉണ്ടാകും. അതായത് വളരെ സിമ്പിളായി പറയിച്ചാൽ ലാസ്റ്റ് വിഷ്ണു എന്ത് ചെയ്തു വെച്ചാൽ ഇതിൻ്റെയൊക്കെ മുമ്പെടുത്ത ചില ഷോർട്സ് കാണിച്ചു. അപ്പോൾ എനിക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ലുക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് എന്നെ ആ ഒരു കഥാപാത്രത്തിൽ പ്ലേസ് ചെയ്യാൻ സാധിച്ചു. അപ്പം എനിക്കൊന്ന് ലാസ്റ്റ് കാണിച്ചതിലാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. ഇപ്പം മേതിൽ ദേവി എന്ന് പറയുമ്പോൾ സമൂഹത്തിലുള്ളവർക്കൊരു ആ ഒരു വ്യക്തിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ഒരു ബോൾഡ് ലേഡി, ഒരു ഡാൻസറാണ്, സമൂഹത്തിൽ പല രീതിയിൽ ഇടപെടുന്ന ഒരു സ്ത്രീ. ഈ രീതിയിലാണ് അഭിനയിക്കുകയാണോ, അഭിനയിക്കാൻ പോവാണോ എന്നുള്ള രീതിയിൽ പലരും ഇപ്പോൾ കാണുന്നുണ്ട്. സിനിമ ഇറങ്ങിയതിന് ശേഷം പലരും കാണുന്നുണ്ടായിരിക്കും. അവരോട് എന്താണ് പറയുന്നത്? എന്തുകൊണ്ടാണ് അഭിനയിക്കാൻ പോയത്? ഈ പറഞ്ഞ പോലെ ഞാൻ ഡാൻസിലും അഭിനയം തന്നെയാണല്ലോ ചെയ്യുന്നത്. നമ്മൾ എൻ്റെ വർക്കൊക്കെ നോക്കിയാൽ അറിയാം, അത് ആക്ടാണ്, സ്റ്റേജ് ആക്ടറാണല്ലോ ഞാൻ. അപ്പം ആക്ടിങ്, എൻ്റെ സ്പെഷ്യൽ ആക്ടിങ് ഒരു ചാലഞ്ചായിട്ട് എനിക്ക് തോന്നാത്തൊരു കാര്യമാണ്. ഈ ഏത് മീഡിയമാണോ എന്നുള്ളതാണ് ഈ പറയുന്ന പോലെ. അത് വേറൊന്നുമല്ല, നമുക്ക് ഇപ്പോഴത്തെ ഒരുപാട് സമയം ബിസി ആയതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഈ ഷൂട്ടിംഗ് സ്കെഡ്യൂൾ എൻ്റെ ഇതുമായി ആക്ച്വലി ഒത്തു വന്നു. ഞാൻ വിഷ്ണു അത് വളരെ കെയർഫുള്ളായിട്ടാണ് സ്കെഡ്യൂൾ ചെയ്തത്. അതും കൂടെ പറയാമല്ലോ. അത് വിഷ്ണു ആ കാര്യത്തിൽ വളരെ കൈൻഡായിരുന്നു. ഇങ്ങനെ ഒരു ലേഡി ഇങ്ങനൊരു സിനിമ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ സിനിമയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത കാണും, അല്ലാതെ ചുമ്മാ കയറി തല വെക്കില്ലെന്ന് ഉറപ്പാണ്. അപ്പം അല്ല, സിനിമയുടെ പ്രത്യേകതയുണ്ട്. ആ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത, ഒരു രസമുണ്ട് അത് കണ്ടിരിക്കാൻ. എനിക്ക് ആസ് എൻ ഓഡിയൻസ് എനിക്ക് തോന്നിയത് എനിക്ക് ഇഷ്ടമായി. ബാക്കി സിനിമയെ പറ്റി, ബാക്കി സിനിമ കണ്ട് ഇറങ്ങി ബാക്കിയുള്ള ആക്ടേഴ്സിനെ പറ്റി അവരൊക്കെ നന്നായിട്ട് എനിക്ക് അവരെല്ലാവരും ആക്ച്വലി വളരെ എൻ്റെ സഹോദരനായിട്ട് അഭിനയിച്ചല്ലേ എല്ലാ അടിയും കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എനിക്ക് നമുക്ക് ഫൈനൽ അതിൻ്റെ എൻഡിങ് കാണുമ്പോൾ ശരിക്കും അതൊരു മൊത്തത്തിൽ നമുക്ക് റിയലൈസ് ചെയ്യാം. പ്രേക്ഷകരോട് തീർച്ചയായിട്ടും ഈ സിനിമ കാണണം. ഇത് എടുത്തതിൻ്റെ രീതിയും ആ ഒരു ഡയറക്ടോറിയൽക്ക് മൊത്തം എല്ലാം, എൻ്റെ വിഷ്വൽസ് ആയാലും BGM ആയാലും സ്റ്റോറി ലൈൻ ആയാലും ആക്ടേഴ്സ് ആയാലും എല്ലാവരും ഒന്ന് കാണണം. ഓണം കഴിഞ്ഞ സമയമാണ്, എന്നാലും ഈ അവസാനം പായസം വിളമ്പുന്ന പോലെയാണ്. ഇനി തുടർന്നും സിനിമകളിൽ സാന്നിധ്യമാവും പറയാൻ പറ്റില്ല, അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. വേറെ ഓഫേഴ്സൊക്കെ വന്നായിരുന്നു? പിന്നെ എൻ്റെ ടൈമിങ് ശരിയാവാത്തതുകൊണ്ട് കമ്മിറ്റ് ചെയ്തിട്ടില്ലേ? ഒരു ഇന്റർവ്യൂ ഇറങ്ങിയ ട്രോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കമന്റ്സ് ഫുള്ള് നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ പകുതിയായി ഇട്ടിരിക്കുന്നത്. അത് ആ പയ്യൻ വളരെ വ്യക്തമായിട്ട് നമ്മളോട് ട്രോൾ ചെയ്യാൻ പറഞ്ഞു വാങ്ങിച്ചാണ്. എനിക്കല്ല കൂടുതലും വന്നിരിക്കുന്നത്. ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ ഫുൾ എന്താ ഇപ്പോൾ ചെയ്യുക, നമുക്ക് അതിൻ്റെ പകുതി വെച്ച് എന്തെങ്കിലും അതിൻ്റെ വാലും തുമ്പും ഒന്നും അറിയാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ പ്രത്യേകം നമ്മൾ ആ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, നിങ്ങൾ ചോദിച്ചത് അത്. പിന്നെ ലാസ്റ്റിൽ ആ പയ്യനും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇന്നത്തെ ഒരു സമ്പ്രദായം അങ്ങനെയാണല്ലോ. ഫുൾ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് റീലിടുമ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടും. എനിക്കൊരു പാഠം, ഇനി ഇൻ്റർവ്യൂവിനെ ഇരുന്ന് കൊടുക്കരുത് എന്നുള്ളൊരു പാഠം. മൂവി നല്ലൊരു മൂവിയാണ്, നല്ലൊരു ഫാമിലി. എന്താ വെച്ചാൽ അതിൻ്റെ കഥ പോകുന്ന രീതി, പിന്നെ ഒരു ട്വിസ്റ്റ്, അതെല്ലാം നല്ല രസമായിട്ടുണ്ട്. ഡീസൻറ്റ് കോമഡീസ്, മസ്റ്റ് വാച്ച്. മാമിൻ്റെ ആദ്യത്തെ മൂവിയല്ലേ, അപ്പോൾ മാമിൻ്റെ ഡാൻസിൻ്റെ വലിയൊരു ഡാൻസിൻ്റെ മൂവിയിലോട്ട് വരുമ്പോൾ കൊള്ളാം. ഒരു സോഷ്യൽ മെസ്സേജ് ഉള്ള സിനിമയാണോ, അങ്ങനെ എന്തെങ്കിലും ആണോ? അത് മൂവിനെ പറ്റി പോയി കണ്ടോ?